ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇഷാൻ നേര. ആൻഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ബിയോണ്ട് ഓഫ് കോഴ്സ് studios.3. സോ ഇന്ന് ആക്ച്വലി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെ ഒരു അല്ലെങ്കിൽ ഒരു ടീനേജ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. സോ ഇന്ന് അത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഷുവർ അത് എന്തായാലും പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ ഇഫ് യു വർക്ക് ഹാർഡ്. സോ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ളൊരു എന്താ പറയുക, അതിനനുസരിച്ചിട്ടുള്ളൊരു റിപ്ലൈ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. ആൻഡ് ഐ അഷ്യൂർ യു ദാറ്റ്. സോ എന്തായാലും ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഐഡിയ ലൈക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് ഒരു നല്ല ഐഡിയ ഇല്ല എങ്ങനെയാണ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ പ്രോഡക്റ്റ് എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നും ലെറ്റ് സ്റ്റാർട്ട് ഫ്രം സീറോ അല്ലെങ്കിൽ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള ഒരു സ്കില്ലാണ്. ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊക്കെ ആയിക്കോട്ടെ നിങ്ങളുടെ സ്കില്ല്, ആ സ്കില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയാണ്. ലൈക്ക് നല്ലൊരു സ്കില്ല് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഓക്കെ, സോ നല്ലൊരു സ്കില്ല് പഠിക്കുക. ആൻഡ് ബേസിക്കലി ആ ഒരു നല്ലതായിട്ടുള്ള സ്കില്ലിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അതിൽ 100% ആവണം. ലൈക്ക് അതിൽ നിങ്ങൾക്ക് ആര് വന്ന് ഡൗട്ട് ചോദിച്ചാലും യു ഹാവ് ടു ബി വിത്ത് ആൻ ആൻസർ ഫോർ ദാറ്റ്. സോ ഈ പറയുന്ന കാര്യം ബേസിക്കലി ഒരു എന്താ പറയുക, ഗ്രാഫിക് ഡിസൈനിങ് ഏജൻസി തുടങ്ങുമ്പോൾ പേഴ്സണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്ത പോലത്തെ ഒരു പരിപാടി ആവരുത്. ലൈക്ക് അതെനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമ്മൾ ബേസിക്കലി പോഡ്കാസ്റ്റും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ മാറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പേഴ്സണൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അറിയാതെ ഒരിക്കലും ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. സോ അതുപോലെ നിങ്ങളുടെ സ്കിൽ എന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇസ് യുവർ സ്കിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ സ്കിൽ എന്തോ ആയിക്കോട്ടെ അതിൽ നിങ്ങൾ 100% ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റെപ്പ് 1 ഈസ് കംപ്ലീറ്റ്. ആൻഡ് ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ലിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ലൈക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ഈ ഒരു സ്കില്ലിലേക്ക് ഇറങ്ങിയിട്ട് യാതൊരുവിധ കാര്യമില്ല. സോ ഇപ്പോൾ ഒരു കുട്ടിക്ക് പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം, അവരെ കൊണ്ടിട്ട് MBBS ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറീസ് ഫുള്ള് പാടുമെന്ന് പറയാൻ പറ്റില്ല. മേ ബി ഹി വിൽ ഗെറ്റ് ടു ദാറ്റ് ബട്ട് വിത്തൗട്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, അവനത് പഠിക്കും ആൻഡ് ഹി നോസ് ഇറ്റ്സ് സീരിയസ്നെസ്. സോ അതിൻ്റെതായ രീതിയിൽ അവനത് ചെയ്യും. ഹി ഡു ദ 100% ഫോർ ദി ഇറ്റ്. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ അതിൽ നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ബേസിക്കലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് 0 എന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് സോ ലോങ്. എന്ന് പറയാൻ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടായിരിക്കും അതൊരു 100% ഒരു 50%ലേക്ക് എത്തുന്നത്. സോ 50ലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പറ്റും. ആൻഡ് 100ലേക്ക് എത്താൻ ഇറ്റ്സ് വെരി സിമ്പിൾ. സോ 50ലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാം? ഈ ഒരു ഫസ്റ്റ് സ്കില്ല് ലേൺ ചെയ്തു, അത് നിങ്ങളൊരു 25% ഓഫ് യുവർ ടൈം അതിലേക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 24 hours ഉണ്ടല്ലോ. സോ അതിൽ 12 hours നിങ്ങൾ ഉറങ്ങുന്നു. ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്, കുറച്ച് സമയം ഡെയിലി അതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു ലേൺ ഇറ്റ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. സോ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബ്രാൻഡ് ഫസ്റ്റ് തന്നെ ബിൽഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ലോഗോസ്, വെബ്സൈറ്റ്സ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ ആളുകളെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യമില്ല. ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത് ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. സോ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരുപാട് കമ്പനീസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ബേസിക്കലി ദാറ്റ് ടീം ഹാസ് ബീൻ സക്സസ്ഫുൾ. സോ അതുപോലെയുള്ള രീതികളിലേക്ക് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലോഗോസ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ വെബ്സൈറ്റ്സ്, അക്കൗണ്ട്സ്, ഈ ഒരു സംഭവം ഒന്നും ഫസ്റ്റ് തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് 100% ഫോർ യു ഗൈസ്. അത് അത്യാവശ്യമാണ് ആഫ്റ്റർ ലോഞ്ചിങ് എ പ്രോഡക്റ്റ്. സോ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് വരെ നിങ്ങൾ ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള ലോഗോസ്, വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് ഒന്നും വേണമെന്നില്ല. സോ ആദ്യം തന്നെ പോയി ഒരു പ്രോഡക്റ്റ്, വെറുതെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, ഒരു അക്കൗണ്ട് തുടങ്ങുന്നു, ആൻഡ് ദാറ്റ്സ് മൈ ബിസിനസ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ബിൽഡിങ് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിനോട് കൂടിയിട്ട് നിങ്ങളൊരു ഫസ്റ്റ് ഒരു 25 കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊടുത്തതിന് ശേഷം അതിലൊരു റിവ്യൂ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലെന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം യു ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ്. ആ ഒരു പ്രശ്നത്തെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുവാണെങ്കിൽ ഐ അഷ്യൂർ യു ഗൈസ് ഇറ്റ് വിൽ ബി ബെസ്റ്റ്.
ആ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾ 100% സക്സസ്ഫുൾ ആകാൻ പറ്റും. കാരണം നിങ്ങൾ ഒരു ഇപ്പോൾ ആ ഒരു സ്കില്ല് ഞാൻ പറഞ്ഞ പോലെ സ്കില്ലിപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സ്കില്ല് പോയി പിടിക്കും. സോ ആ ഒരു സ്കില്ലിൽ എന്ത് സ്കില്ലോ ആയിക്കോട്ടെ, ബട്ട് ദാറ്റ് സ്കിൽ ഷുഡ് ബി ലൈക്ക് വാട്ട് പീപ്പിൾ ലൈക്ക് ആ ഒരു കസ്റ്റമർ അത് മേടിക്കുന്നതിന് ലൈക്ക് അവർക്ക് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവണം ഫോർ വാട്ട് ദ പേ. സോ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ നല്ലൊരുപാട് എന്താ പറയുക പ്രോഡക്റ്റ്സ് ഇപ്പോൾ നിലവിലുണ്ട്, സ്കില്ലുകൾ നിലവിലുണ്ട്. സോ അതിലേക്ക് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ആൻഡ് സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ നാട്ടിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഫസ്റ്റ് 25 കസ്റ്റമേഴ്സിന് ഫ്രീലാൻസ് ആയിട്ട് സെല് ചെയ്യുക. ഓക്കെ, സോ അവർ തരുന്ന ഒപ്പീനിയൻസ്, അവർ തരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒന്നുകൂടെ നിങ്ങളുടെ കമ്പനി ഒന്നുകൂടെ ഗ്രേറ്റ് ആക്കാൻ നോക്കാം. ആൻഡ് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, ഈ ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള പോസ് എടുക്കാം. ഐ മീൻ കുറച്ച് കാലം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷേ ഈ ഒരു ബ്രാൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പറ്റത്തില്ല. ലൈക്ക് ഒരു 10 days റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ 15 days റെസ്റ്റ് പോകാമെന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ബട്ട് അത് നിങ്ങൾ ഒരു സ്കില്ല് പഠിക്കുമ്പോൾ ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒരു ദിവസം ട്രാവൽ ചെയ്തിട്ട് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ ഒന്ന് ട്രാവൽ ചെയ്യാം. സോ ഈ ഒരു പഠിത്തത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഞാൻ സ്കില്ലിൻ്റെ പഠിത്തമാണോ പറയുന്നത്. സോ ഐ മീൻ വീക്കെൻഡ്സ് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 5 days നിങ്ങൾ സ്കൂളിൻ്റെ പഠിത്തത്തിൽ പോകും. സോ ആഴ്ചയിൽ ഓൺലി 2 days യു ഗെറ്റ് ടു സ്റ്റഡി അബൌട്ട് ദ സ്കിൽ. ഈ സ്കില്ല് പഠിക്കാൻ നിങ്ങൾക്ക് ആകെ 2 ദിവസമാണ് കിട്ടുന്നത്, വീക്കെൻഡ്സ് ഓഫ് കോഴ്സ്. സോ ആ ഒരു വീക്കെൻഡ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് അല്ലെങ്കിൽ എക്സാംസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീക്കെൻഡ്സും ഇരിക്കാൻ പറ്റത്തില്ല. ഐ എം പ്രിറ്റി ഷുവർ അബൌട്ട് ദാറ്റ്. കാരണം ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ഐ നോ അബൌട്ട് ദാറ്റ്. സോ അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ലൈക്ക് ഇപ്പോൾ മൺഡേ ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ബട്ട് യു ക്യാൻ ഒരു 5 to 10 minutes കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് കഴിയാൻ പറ്റുന്നത്. 5 to 10 minutes എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ 5 minute 10 minute കൊണ്ട് പഠിച്ചെടുക്കാൻ ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ ഒരു 1 to 3 hours കൊണ്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സിമ്പിൾ. സോ ഞാനത് പറഞ്ഞത് സ്കില്ല് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം റെസ്റ്റ് എടുക്കാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറപ്പി പഠിക്കാൻ പറ്റും. ബട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ എന്നാണോ അന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡിങ് കൺസെപ്റ്റിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ടെന്ന് പറയാമല്ലോ ബേസിക്കലി. സോ അതാ ഞാൻ പറഞ്ഞത്, ഒരു സ്കില്ല് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡിങ് കൺസെപ്റ്റിലേക്ക് ഇറങ്ങുക. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ പോലെ ഫ്രീലാൻസ് യുവർ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ഐ മീൻ അത് എല്ലാവർക്കും നടന്നു നിൽക്കണമെന്നില്ല, എനിക്ക് അറിയാവുന്ന കുറച്ച് പേർക്ക് വിട്ടിട്ട് ഹൗ ഈസ് ദാറ്റ്. സോ ഞാൻ ബേസിക്കലി വോൾട്ടറി തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെയാണ് ഫ്രീലാൻസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ആൻറ്റിക്ക് ഒരു കോളേജ് ഒരു MTTCയുടെ ഒരു സംഭവമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പോസ്റ്റേഴ്സ് ഇപ്പോൾ അവർ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ 100% വിജയം അങ്ങനത്തെ പോസ്റ്റേഴ്സ്, അവരുടെ ഓണത്തിൻ്റെ പരിപാടികളുടെ പോസ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് പോസ്റ്റേഴ്സ് ഞാൻ ചെയ്തിട്ട് ഒരു 3 to 4 months കൊണ്ടാണ് ഞാൻ ഈ ഒരു വോൾട്ടറി കൺസെപ്റ്റിലോട്ട് വരുന്നത്. സോ ആൻഡ് ഫസ്റ്റ് ബേസിക്കലി ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്കില്ല് പഠിച്ചു. ആൻഡ് ദെൻ ഐ കെയിം ടു ഫ്രീലാൻസ്. സോ ഞാൻ അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ഫ്രീലാൻസ് ചെയ്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് മൈ ആൻഡ്. ആൻഡ് ഈ ഒരു ആൻഡിക്ക് ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. ബട്ട് ചിലപ്പോൾ ഒരു 50 rupees അല്ലെങ്കിൽ 100 rupees ഒക്കെ കിട്ടും. മേ ബി ഒരു 2-3 കാലിനൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ്. കാരണം അന്ന് നമ്മളൊന്നും അല്ലായിരുന്നു. ലൈക്ക് അറ്റ് ദാറ്റ് ടൈം നമ്മൾ 0 ആണ്. ആൻഡ് ദ തിങ് ഓൺലി ഈസ് വി നോ ദ സ്കിൽ. നമുക്ക് ഈ ഒരു സ്കിൽ അറിയാമെന്ന് മാത്രമാണ് അന്നത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് ഇത്രയും പ്രോഡക്ട്സ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്, ഇത്രയും എമൗണ്ട് ആവും, നമുക്ക് ഇപ്പോൾ ഇത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് അന്ന് ഉണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് മൈനസ് പോയിന്റ് അറ്റ് ദാറ്റ് ടൈം. ബട്ട് അന്ന് കിട്ടുന്ന ഓരോ ചെറിയ എമൗണ്ടും ഇറ്റ് വാസ് എ പ്രോഫിറ്റ് ഗൈസ്. അത് കംപ്ലീറ്റ്ലി ഞാൻ പറയുകയാണ്, ഇറ്റ് വാസ് എ പ്രോഫിറ്റ്. ഓക്കെ, സോ ഇനിയാണ് നമ്മുടെ മെയിൻ കൺസെപ്റ്റിലോട്ട് നമ്മൾ ഇറങ്ങുന്നത്. ബിസിനസ് അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ടാണ്, ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? ഇപ്പോൾ നമ്മൾ സ്കില്ല് പഠിച്ചു, ഫ്രീലാൻസിങ് പഠിച്ചു, ആൻഡ് നൗ ടു ദ ബിസിനസ്. ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞാലാണ് പിടിച്ചിരിക്കാൻ പറ്റുക? ആ ഒരു രീതിയിലോട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ അറിയണമെന്ന് അറിയും. ഐ ടെൽ യു. സോ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് ഐ മീൻ സ്കില്ല് പഠിച്ചു. സ്കില്ല് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ അതിൽ ഉൾപ്പെടണം, ആ ഒരു സ്കില്ലിൽ ഉൾപ്പെടണം. കാരണം നിങ്ങളുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് എന്ന് പറയുന്നതൊക്കെ. സോ ഇതൊക്കെ നിങ്ങൾ ആ ഒരു സ്കില്ലിൽ പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു ഗ്രാഫിക് ഡിസൈനിങ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിലോട്ട് വരുമ്പോൾ നിങ്ങൾ ചതിക്കപ്പെടാതിരിക്കുള്ളൂ. സോ ബേസിക്കലി അങ്ങനെ പറയുമ്പോൾ
നിങ്ങൾ ഒരുപാട് ചതിക്കപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇവിടെ ഇല്ല, Evolve 3 ഇല്ല എന്ന് ഞാൻ അഷ്യൂർ ചെയ്യാണ്. ഐ ഡോണ്ട് ചീറ്റ് എനിവൺ. സോ എനിവേ ദ നെക്സ്റ്റ് തിങ് ഈസ്, ഈ ഒരു ബ്രാൻഡിങ്ങിൽ പഠിക്കേണ്ടതായിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്, ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ടത് ഈ പറഞ്ഞ പ്രോഡക്റ്റിംഗ്. അത് നമ്മൾ ഫ്രീലാൻസിങ് പഠിച്ചല്ലേ. സോ പ്രോഡക്റ്റിംഗ് പഠിച്ചിട്ടില്ലെങ്കിൽ അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയാണ് ബ്രാൻഡ്, ഐ മീൻ ഈ ഒരു ടീം ബിൽഡിങ്, മാർക്കറ്റിംഗ്, പ്രോഡക്റ്റിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. സോ അതിനൊരു ഇപ്പൊ ഇത്രയും കാലം നമ്മൾ പഠിച്ചതിനൊരു ഔട്ട് കൊടുക്കുകയാണ് ആക്ച്വലി ഈ ഒരു ബിസിനസ്സിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സോ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എല്ലാം ഒരു 4 to 5 months ഫുൾ എഫേർട്സ് നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്യുകയാണ്. സോ ഈ ഒരു ഫുൾ എഫേർട്സ് നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഒരു എന്താ പറയുക, റിഗ്രറ്റ് ഇല്ലാത്ത രീതിയിലൊരു സ്റ്റാർട്ടിങ് നമുക്ക് തുടങ്ങാൻ പറ്റും. ഐ മീൻ തുടക്കം കുറിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി അടുത്തത് എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഓക്കെ, ഇപ്പൊ നമ്മളിങ്ങനെ ബ്രാൻഡ് ഫ്രീലാൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി, ലൈക്ക് സ്കില്ലൊക്കെ പഠിച്ചു, അപ്പോൾ നമ്മൾ ഒന്നും കൂടി ലെവലായി, നമുക്കൊരു വാല്യൂ ബിൽഡ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യം വരുന്നത്, നമുക്കൊരു ബ്രാൻഡിങ്ങിന്റെ വാല്യൂ ബിൽഡ് ചെയ്യണം. സോ ഈ ബ്രാൻഡിങ് വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും പീക്ക് പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു വാല്യൂ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു 10 രൂപയുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വരുന്ന വെള്ളം ഒരു 3 digit നമ്പറുള്ള ഗ്ലാസ് ബോട്ടിൽ വരുന്ന വെള്ളം സെയിം ആവാം, ചിലപ്പോൾ സെയിം ബ്രാൻഡിൻ്റെതാവാം. ബട്ട് അവിടെ വാല്യൂ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 digit നമ്പറിന് പ്രീമിയം എന്നുള്ളൊരു വാല്യൂ ആണ്. സോ ആ ഒരു പ്രീമിയം എന്നുള്ള വാല്യൂവിനെ ഒരു 2 digit നമ്പറിലോട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് ദ സക്സസ് ഓഫ് യുവർ ബിസിനസ്. എല്ലാവരും ചെയ്യുന്ന പോലെ നിങ്ങളൊരു ചെറിയ സംഭവം എടുക്കുന്നു, അതിനെ വലുതാക്കുന്നു, എന്നിട്ട് അതിലേക്ക് ഒരു 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 കൺസെപ്റ്റ് ഇല്ലാതെ പ്രൈസ് ഇടുന്നു. അതിലല്ല കാര്യം. ആളുകൾക്ക് മേടിക്കാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റിലും എങ്ങനെയാണ്, അത്രയും റിച്ച് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ എന്താ പറയുക കസ്റ്റമേഴ്സ് ആവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ബിൽഡ് എ പ്രീമിയം. ഞാൻ അതല്ല പറയുന്നത്, യു ക്യാൻ ബിൽഡ് എ പ്രീമിയം. ബട്ട് നമ്മളിങ്ങോട്ട് ഒന്നുകൂടെ ഒന്ന് അഫോർഡബിൾ ആയിട്ട് ചിന്തിക്കുമ്പോൾ വാട്ട് ക്യാൻ വി ഡു, നമ്മുടെ അതേ പ്രോഡക്റ്റ് തന്നെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ അതിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താം. സോ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു സംഭവത്തെ നമ്മൾ ഒരു 2 digit നമ്പറിലോട്ട് കൊണ്ടുവരാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, സോ അത് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് പിന്നെ ആളുകൾക്ക് വരുന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അത് നമ്മൾ കുറച്ചുകൂടെ പഠിക്കണം. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമാണ്, നമ്മൾ അതിന്റെ പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു കുറവും വരുത്താതെയാണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഹോൾസെയിലായിട്ട് മേടിക്കുന്നു, ആൻഡ് അതിന്റെ പാക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റുന്നു. ഇതിൽ ലാഭമില്ലാത്തൊരു 1 cent or 2 cents ലാഭത്തിൽ നമ്മൾ ഇവിടെ വെക്കുന്നു. അഫോർഡബിലിറ്റി. ഓക്കെ, ഇനി പ്രീമിയത്തിലോട്ട് നിങ്ങൾ കിടക്കുവാണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ എലഗന്റ് ഫീൽ, ഒരു ലോഗോ, ഒരു അക്കൗണ്ട്, ഒരു വെബ്സൈറ്റ്, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഒരു 3 digit നമ്പർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം, ദാറ്റ്സ് പ്രീമിയം. അത് പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം. സോ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ബേസിക്കലി എൻ്റെ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ 2 സെക്ടറായിട്ട് ബിൽഡ് ചെയ്യുക. വാട്ട് എവർ യുവർ പ്രോഡക്റ്റ് ഈസ് 2 സെക്ടർ ആക്കുക. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ പ്രീമിയം പ്രോഡക്ട്സ്, ഈ ലിങ്ക്. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ അഫോർഡബിൾ പ്രോഡക്ട്സ്, ഈ ലിങ്ക്. രണ്ടും ഒരേ പ്രോഡക്ട്സ്, വ്യത്യാസമുള്ള റേറ്റ്സ്. എന്താ കാരണം? നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്നു. ആൻഡ് പ്രീമിയം കസ്റ്റമേഴ്സിന് ഇങ്ങനെ. അതിലിപ്പോൾ നമ്മൾ ഒരു ലോഗോ പാക്ക് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് പാക്ക് അഫോർഡബിൾ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ അതിൽ കുറക്കും? അതിന് ആ ഒരു ലോഗോ സ്റ്റോറി കുറക്കും, അതുപോലെ തന്നെ ആ ഒരു ലോഗോയുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നമ്മൾ കുറക്കും. ഐ മീൻ എഡിറ്റിൽ പക്ക പ്രീമിയം തന്നെ ആയിരിക്കും. ബട്ട് പ്രീമിയം ക്ലയന്റിന് കൊടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് സ്റ്റോറി അല്ലെങ്കിൽ ലോഗോ സ്റ്റോറി ഉണ്ടാവും, ലോഗോയ്ക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ഒരു പ്രസന്റേഷൻ ഉണ്ടാവും, വാട്ട് യുവർ ലോഗോ ടെൽസ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആ സ്കില്ല് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി അടുത്തെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ടാസ്ക് ആയിട്ട് വരുന്നത്, മൈൻഡ് സെറ്റ്. ഇനി ഈ ഒരു ബിസിനസ് ഞാൻ പറഞ്ഞു നേരത്തെ, ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. യെസ്, ഐ എം പ്രിറ്റി ഷുവർ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു റെസ്യൂമിങ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ റെസ്യൂം എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് മീൻസ് ക്വിറ്റിംഗ്. ഓക്കെ, സോ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ആവുന്നത്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി
എത്രത്തോളം നിങ്ങൾ മൈൻഡ് സെറ്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ അത്രയും കാലം നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. ലൈക്ക് ഹൗ ലോങ് യു ടേക്ക് ഫോർ മൈൻഡ് സെറ്റ് മോട്ടിവേഷൻ, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കാലം എടുക്കുന്നു അത്രയും നിങ്ങൾക്ക് എടുക്കണം ബിഫോർ സ്റ്റാർട്ടിങ് ദ ബ്രാൻഡ്. അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് അതെടുക്കാം. കാരണം ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളെ ആളുകൾ അറിയാൻ തുടങ്ങും. ഇപ്പോൾ ഒരു രണ്ടാൾക്കാർക്കാണെങ്കിലും ആ ഒരു ബ്രാൻഡിന്റെ മുതലാളികളെ ഞാൻ ചോദിക്കുമ്പോൾ യെസ് നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ബ്രാൻഡ് ഇപ്പോൾ എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഫിറ്റ് ചെയ്തല്ല, അല്ലെങ്കിൽ ഞാനൊരു ബ്രേക്കിലാണെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു സ്കില്ല് പഠിക്കുമ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ പണ്ടേ നിങ്ങൾ ട്രാവൽ ചെയ്യണം. ബട്ട് ഇത് അവിടെ പോസിബിൾ അല്ല. നിങ്ങൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരു സ്ട്രഗിളിലാണ് ആ ഒരു ഫസ്റ്റ് പീരീഡ് പോകുന്നത്. സോ ഫസ്റ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഒരു 50% വരെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ പോസിബിൾ ആണ്. പക്ഷെ ഒരു 50%ലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ടാസ്ക് എന്ന് പറയുന്നത് അത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സോ 50%ലേക്ക് എത്തിക്കുന്നത് വരെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നല്ല രീതിയിലാവണം. കാരണം ആ ഒരു മൈൻഡ് സെറ്റ് എവിടെയെങ്കിലും ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഇത്രയും കാലത്ത് നിങ്ങളുടെ എഫേർട്ട് ബ്രോക്ക് ആവും. ബട്ട് ദാറ്റ് സ്കിൽ വിൽ ബി ദെയർ ഫോർ യു. ഈ ഒരു ഫ്രീലാൻസ് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. സോ ഫ്രീലാൻസിങ് ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനാണ്. സ്കില്ല് നിങ്ങൾക്കൊരു അതിനെക്കുറിച്ചൊരു അറിവ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഓഫ് കോഴ്സ്. ആൻഡ് ആഫ്റ്റർ ഓൾ ബ്രാൻഡിങ് എന്ന് പറയുന്നതിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു പരിപാടികളൊന്നും അവിടെ ഉണ്ടാവില്ല. ഐ മീൻ ഞാൻ പറഞ്ഞ പോലെ ബ്രാൻഡിങ്ങിൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഈ പരിപാടികളൊന്നും അവിടെ ഉണ്ടാവില്ല. സ്കിൽ ഉണ്ടാവും, ഫ്രീലാൻസ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത്രയും കാലം നിങ്ങൾ ഈ ഒരു ബ്രാൻഡിൽ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ബട്ട് നത്തിങ് എൽസ്. ഇത്രയും കാലം നിങ്ങൾ ഉണ്ടാക്കിയ എഫേർട്ട് ഒന്നും അവിടെ ഉണ്ടാവില്ല. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഇനിയും നിങ്ങളൊരു വേറെ ബ്രാൻഡ് തുടങ്ങാൻ വിചാരിക്കാമെന്ന് വിചാരിക്കാം. സോ നെക്സ്റ്റ് ബ്രാൻഡ് തുടങ്ങുക ആൻഡ് അതും ഫ്ലോപ്പ് ആയി കഴിഞ്ഞ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോയി പിന്നെ നിങ്ങൾ ബിസിനസ് നോക്കില്ല. പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് ലൈക്ക് ഒരു 9 to 5 ജോബിലേക്ക് നിങ്ങൾ മാറും. അത് ബേസിക് ആയിട്ടുള്ളൊരു ഒരാളുടെ മൈൻഡ് സെറ്റാണ്. ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറി 9 to 12 വരെ വർക്ക് ചെയ്യാൻ 9 to അല്ല 7 to 12 വരെ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആവുക. മോർണിംഗ് 7 to night 12 വരെ വർക്ക് ചെയ്യാൻ തയ്യാറാവുക. വാട്ട് എവർ ദ ടൈം ഇസ് അത് നിങ്ങൾ ക്ലോക്ക് നോക്കാതെ വർക്ക് ചെയ്യാൻ തയ്യാറാവുക. ആൻഡ് ദെൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബ്രാൻഡ്. ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ടൈം നോക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഈ 50% എത്തുന്നതിന് യു ഷുഡ് നോട്ട് ലുക്ക് അറ്റ് ദ ടൈം. അതേ പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിന് നോക്കുമ്പോൾ അത് കുറേ സ്ട്രഗിൾസ് ഉണ്ട്. ലൈക്ക് പഠിക്കണം, അതിൻ്റെ കൂടെ ഈ ഒരു ലൈഫ് കൊണ്ടുപോകണം, അക്കാഡമിക് ലൈഫ് കൊണ്ടുപോകണം, സ്പോർട്സ് കൊണ്ടുപോകണം, എവറിത്തിങ് ഗെയിമിങ് കൊണ്ടുപോകണം. സോ ഇതെല്ലാം കൂടെ ഇറ്റ്സ് വെരി ബിഗ് പ്രോബ്ലം. സോ ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് തുടങ്ങാനൊരു മോട്ടീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കില്ല് പഠിച്ചു, ഫ്രീലാൻസ് പഠിച്ചു ആൻഡ് അതിൽ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തു. നെക്സ്റ്റ് നിങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കുക, മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കുക. എന്ത് വന്നാലും യു ഷുഡ് നോട്ട് ക്വിറ്റ്. ഒരു മാക്സിമം 2 ദിവസം ബ്രേക്ക് എടുക്കുക എന്നല്ലാതെ യു ഷുഡ് നോട്ട് ക്വിറ്റ്. എല്ലാ ദിവസവും ഒരു 1/2 മണിക്കൂർ നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി ചിലവാക്കിയാൽ മതി. ഒരു 10 മിനിറ്റ് ചിലവാക്കിയാൽ മതി. ഞാൻ പറയുന്നത് അതാണ്, ബ്രേക്ക് എടുക്കാതെ ഒരു 10 minutes ഫോർ യുവർ ബിസിനസ്. അത് പറ്റുള്ളൂ പിന്നെ ലെറ്റ്സ് ക്വിറ്റ്, അത്രേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട് മൈ മൈൻഡ് സെറ്റ് മീൻസ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ആൻഡ് വാട്ട് ഐ സെഡ് വാസ് ലേൺ എ സ്കിൽ, ഫ്രീലാൻസ് യുവർ പ്രോഡക്റ്റ്, മൈൻഡ് സെറ്റ് സെറ്റ് ആക്കുക, സ്റ്റാർട്ട് ബിൽഡിംഗ് എ ബിസിനസ്. സോ എന്തും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ യു ആർ ഗ്രേറ്റ് ടു ഗോ, യു ആർ റെഡി ടു ഗോ. സോ ജസ്റ്റ് ഡു ദിസ് മാൻ. എന്തിനാ വെറുതെ ഇത്രയും ടൈം കളയുന്നത്? സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ, ലെറ്റ്സ് ഡു ഇറ്റ്. സോ എന്ത് രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് studios.evolve3. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഒരുപാട് ഇൻഫോർമേറ്റീവ്സ് ആയ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. സോ ബൈ ഫ്രം ഇഷാൻ നീര, ബൈ ഫ്രം studios.evolve3.